ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ സുമിത്രയോട് സരസ്വതി അമ്മ സിദ്ധുവിന് കൊണ്ടുവന്ന് മരുന്ന് കൊടുക്കുമെന്ന് പറയുക. പക്ഷേ സുമിത്ര എന്തിനു മരുന്ന് കൊടുക്കണം? അതിനിവിടെ ശീതളുണ്ട്, ശീതൾ മരുന്ന് കൊടുത്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെ സരസ്വതി അമ്മയോട് പറഞ്ഞു. നിനക്ക് അവൻ വേദന തിന്നുന്നത് കാണാനല്ലേ ഇഷ്ടം, അതുകൊണ്ടല്ലേ നീ അവന് മരുന്ന് കൊടുക്കാത്തത്. ഇത്രയ്ക്കൊന്നും മനസാക്ഷിയില്ലാത്ത പെരുമാറ്റം കാണിക്കരുത് സുമിത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളുമായിട്ട് സരസ്വതി അമ്മ ഇങ്ങനെ ഒരു പരിധി കൂടുതൽ കിടന്നു പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ കിടന്ന് പറഞ്ഞാൽ സുമിത്ര അത് കേൾക്കും എന്നുള്ളത് സരസ്വതി അമ്മയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ സരസ്വതി അമ്മ ഇങ്ങനെ സുമിത്ര ഇതാക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ സുമിത്ര എന്ത് ചെയ്തു? നേരെ ഈ മരുന്നെടുത്ത് സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ സിദ്ധു ആണെങ്കിൽ അവിടെ അങ്ങനെ കിടക്കുകയാണല്ലോ. അപ്പോൾ സിദ്ധു നല്ല മയക്കത്തിലാണ്. സുമിത്രയ്ക്ക് മനസ്സിലായി. സുമിത്ര എന്നിട്ട് അവിടെ ചെന്ന് ഇങ്ങനെ കുറേ നേരം സിദ്ധുവിനെ നോക്കി ഇങ്ങനെ നിന്നു. അപ്പോൾ ഇത് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ സുമിത്ര ഒരു നിമിഷത്തേക്ക് ആലോചിച്ചു. കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ലാത്തത് കൊണ്ട് സുമിത്ര എന്നിട്ട് അത് കൊടുക്കാനായിട്ട് അങ്ങ് ചെല്ലുവാണ്. അപ്പോൾ സിദ്ധാർത്ഥ് എന്നും പറഞ്ഞ് വിളിച്ചു. പക്ഷെ സിദ്ധു എഴുന്നേൽക്കുന്നില്ല, നല്ല മയക്കത്തിലാണ്. സിദ്ധാർത്ഥ് എഴുന്നേൽക്കാൻ പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ സിദ്ധു എഴുന്നേൽക്കുന്നില്ല. അവസാനം ഗതി കെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കയ്യിൽ മരുന്നും ഒരു കയ്യിൽ വെള്ളമാണ്. അപ്പോൾ സിദ്ധുവിനെ ഒന്ന് തൊടാനോ അങ്ങനെയൊന്നും നമ്മുടെ സുമിത്രയ്ക്ക് ഇഷ്ടമല്ലല്ലോ. സുമിത്ര എന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് പതുക്കെ തട്ടി സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ് വിളിച്ചു. ആ സമയം സിദ്ധു പതുക്കെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ സുമിത്ര നിൽക്കുന്നു. സുമിത്രയെ കണ്ടപ്പോഴത്തേക്കും സിദ്ധുവിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ സുമിത്ര ഇങ്ങനെ നിങ്ങൾക്കുള്ള മെഡിസിനാണ്, ഇവിടെ കഴിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അത് സിദ്ധുവിൻ്റെ കൈകളിലേക്ക് കൊടുക്കുന്നു. സിദ്ധുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ സിദ്ധു അത് മേടിച്ചു. സുമിത്രയാണെങ്കിൽ ഒരു അന്യരോട് കാണിക്കുന്നത് പോലെ തന്നെ കാണിച്ച് അവിടെ നിന്ന് അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ സുമിത്രേ എന്ന് പറഞ്ഞ് സിദ്ധു സുമിത്രയെ വിളിച്ചു. അപ്പോൾ സുമിത്ര ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോൾ, നിനക്ക് എന്നോട് ഇപ്പോഴും വെറുപ്പാണെന്ന് എനിക്കറിയാം. നിനക്ക് ഇത്രയും കാലമായിട്ടും എന്നോട് ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും എനിക്കറിയാം. നിന്നോട് ഞാൻ ചോദിക്കുക, എന്നോട് നിനക്കൊന്ന് ക്ഷമിച്ചൂടെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സുമിത്ര ഇങ്ങനെ സിദ്ധുവിനെ ഇങ്ങനെ ഒന്ന് നോക്കി. അപ്പോൾ സിദ്ധു കുറേ എണ്ണിപ്പറക്കി ഇങ്ങനെ സുമിത്രയുടെ മുന്നിൽ നിന്ന് സങ്കടങ്ങൾ പറഞ്ഞു കേട്ടോ. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സുമിത്രയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ചിരിയാ വന്നു. സുമിത്ര ഇങ്ങനെ ഒരു ചെറു പുഞ്ചിരിയോട് കൂടി ഇങ്ങനെ നിൽക്കുവാണ്. സിദ്ധുവിൻ്റെ ഒരു ചോദ്യങ്ങൾക്കും വ്യക്തമായൊരു മറുപടി സുമിത്ര കൊടുത്തില്ല. സുമിത്ര ഇങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. സിദ്ധുവിൻ്റെ മുന്നിൽ സുമിത്രയ്ക്ക് താഴേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അങ്ങനെ സിദ്ധുവും സുമിത്രയും തമ്മിലുള്ള ആ ഒരു സംസാരത്തിന് ശേഷം സുമിത്ര അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ സുമിത്ര കാര്യമായിട്ടൊന്നും പ്രതികരിക്കാതെ വന്നു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധുവിന് ഭയങ്കര സങ്കടമായി. കാരണം സുമിത്രയുടെ നാവിൽ നിന്ന് ഒരു അക്ഷരം പോലും അങ്ങനെ ക്ഷമിക്കുമെന്നോ അല്ലെങ്കിൽ ഇല്ലെന്നോ ഒന്നും കേൾക്കാൻ പറ്റാത്തതിൻ്റെതായ ഒരു വിഷമം സിദ്ധുവിലേക്ക് വന്നു. അങ്ങനെ സിദ്ധു ആ ഒരു മൈൻഡിലും കാര്യങ്ങളിലും ഒക്കെ അങ്ങനെ ഇരിക്കുന്നു. സുമിത്രയാണെന്നുണ്ടെങ്കിൽ നേരെ പുറത്തേക്ക് ചെന്നു. അപ്പോഴേക്ക് സരസ്വതി അമ്മ സുമിത്ര അവിടെ പോയി എന്താ പറഞ്ഞത്, എന്താ ചെയ്തത്, ഇതൊക്കെ അറിയാനായിട്ടുള്ള ആകാംക്ഷയിൽ അങ്ങനെ ഇരിക്കുക. സുമിത്ര നേരത്തേക്കും ഇനി മേലിൽ ഇത് തന്നോട് പറയരുതെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി കേട്ടോ സുമിത്ര. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അനിരുദ്ധിനെയാണ്. അനിരുദ്ധാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റെഡിയായി എവിടെയോ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ അമ്മായിച്ചനും അമ്മായിമ്മയും കൂടി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ പ്രേമ വന്നിട്ട് ചോദിച്ചു, ഓ എവിടേക്ക് പോകുവാ? അച്ഛനെ കാണാൻ പോകുമായിരിക്കും അല്ലേ എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ അനിരുദ്ധൊന്നും മിണ്ടിയില്ല. പിന്നെ സിദ്ധു സുമിത്രയെ ചെയ്തത്, അങ്ങനെ സിദ്ധുവിനെ അനിരുദ്ധ് കാണരുത്, ഇവർ തമ്മിലുള്ള ബന്ധം ഇനിയും ദൃഢമാകരുത് എന്നുള്ള ആഗ്രഹം പ്രേമയ്ക്കുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം പ്രേമ ഒന്നുകൂടി അനിരുദ്ധിൻ്റെ മുന്നിലേക്ക് എടുത്തിടുക. അപ്പോൾ അനിരുദ്ധിന് ഇത് കേട്ടപ്പോൾ ഒന്നുകൂടെ കലിപ്പ് കയറുമെന്ന് പ്രേമയ്ക്കറിയാം. കലിപ്പായി. അങ്ങനെ ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ ഞാൻ ആരെയും കാണാൻ പോവുമല്ല, ആ ബന്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ, അച്ഛനുമായിട്ടൊരു ബന്ധം നിലനിർത്തി മുന്നോട്ട് പോകാൻ എനിക്ക് തീരെ താല്പര്യമില്ല എന്ന് അനിരുദ്ധ് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രേമയ്ക്ക് സന്തോഷമായി. പക്ഷേ വിശ്വം പറഞ്ഞു, മോൻ അങ്ങനത്തെ തീരുമാനങ്ങളൊന്നും എടുക്കരുത്, ഒന്നുമില്ലെങ്കിലും സിദ്ധുവിന് വയ്യാതിരിക്കുന്ന അവസ്ഥയല്ലേ, നീ ഒന്ന് പോയി കാണണം, നീ പോയി കാണുന്നതാണ് അതിൻ്റെ മര്യാദ എന്ന് പറയുമ്പോൾ അച്ഛനില്ലാത്ത മര്യാദകളൊന്നും എനിക്ക് കാണിക്കേണ്ട കാര്യമില്ല എന്ന് സിദ്ധുവിനെ കാണാൻ താല്പര്യമില്ലെന്നും നമ്മുടെ അനിരുദ്ധ അങ്ങ് പറയുക. അപ്പം അത് കേട്ട് പ്രേമ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. അവന് താല്പര്യമില്ലെങ്കിൽ പിന്നെ നിങ്ങളെന്തിനാ അവനെ നിർബന്ധിക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. സിദ്ധു ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ തന്നെയേ സിദ്ധു അർഹിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ഒക്കെ അതങ്ങനെ ഇറക്കി കേട്ടോ. അങ്ങനെ ഇവരുടെ സംസാരം കഴിഞ്ഞ് അനിരുദ്ധ അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോവാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയം നീ എന്ത് പണിയാണ് പ്രേമ ഈ കാണിക്കുന്നതെന്ന് വിശ്വം ചോദിച്ചപ്പം ഒരു കാരണവശാലും അച്ഛനും മക്കളും അമ്മയും തമ്മിൽ ഒന്നിക്കാൻ പാടില്ല എന്നുള്ള കാര്യം പ്രേമ വിശ്വനോട് പറയണു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഈ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുക.
അങ്ങനെ ഇവർ ഈ ഒരു കാര്യത്തെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശീതളിൻ്റെ കാര്യങ്ങൾ, അതായത് സരസ്വതി അമ്മ ഇടപെടുകയാണ്. ശീതൾ നിൽക്കുന്നത് കൊണ്ടാണ് സുമിത്ര പല കാര്യങ്ങളിലും സിദ്ധുവിൻ്റെ ഇടപെടാത്തത്. അപ്പോൾ ശീതൾ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ സുമിത്ര സിദ്ധുവിൻ്റെതായ കാര്യങ്ങളൊക്കെ നോക്കും എന്നുള്ള ഒരു അറിവ് സരസ്വതി അമ്മയ്ക്ക് ഉള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും ശീതളിനെ അവിടെ നിന്ന് ഓടിച്ചു വിടാനായിട്ടാണ് ആ ശക്തി ശ്രമിക്കുന്നത്. അപ്പോൾ ആ കാര്യം എന്നിട്ട് ഇവിടെ പറയുകയും ചെയ്തു. ശീതൾ ഇവിടെയല്ല നിൽക്കേണ്ടത്, ശീതളിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ, സച്ചിൻ്റെ വീട്ടിലാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സുമിത്ര എന്ത് ചെയ്തോ സമ്മതിക്കുന്നില്ല. ശീതൾ ഇവിടെ തന്നെ നിന്നോട്ടെ, ശീതൾ എങ്ങോട്ടും പോകണ്ട എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെ കട്ടായം പറയാം. അതിനെ ബദലായിട്ടാണ് സരസ്വതി അമ്മ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ഇങ്ങനെ ആ ഒരു ധൈര്യത്തോടെ അല്ലെങ്കിൽ ആ ഒരു തീരുമാനം അറിയിക്കുമ്പോൾ സരസ്വതി അമ്മ പറഞ്ഞു, അതെ നീ മാത്രമല്ല ശീതളിൻ്റെ അമ്മയായിട്ട് ഇവിടെയുള്ളത്, ശീതളിൻ്റെ അച്ഛനും ഇപ്പോൾ ഇവിടെയുണ്ട്. അവൻ തീരുമാനിക്കും മകൾ എവിടെ നിൽക്കണം എവിടെ നിൽക്കണ്ട എന്നുള്ളത്. അതിനിപ്പോൾ സുമിത്രയെ നിൻ്റെ അഭിപ്രായമൊന്നും കാര്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സരസ്വതി അമ്മ പറയാം. സുമിത്രയുടെ വീട്ടിൽ കയറി കിടന്നുകൊണ്ട് സുമിത്ര അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? അങ്ങനത്തെ നമ്മുടെ ശീതൾ ഇപ്പോൾ അങ്ങടോ ഇല്ല ഇങ്ങടോ ഇല്ല എങ്ങടോ ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സിദ്ധു, നീ പറയണം മോനെ, ശീതളിനെ വിവാഹം കഴിച്ചു വിട്ടതല്ലേ, സച്ചിൻ്റെ കൂടെയല്ലേ ശീതൾ താമസിക്കേണ്ടത്, അല്ലാതെ ശീതളിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നത് ശരിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ സിദ്ധുവിൻ്റെ നേരെ ദയനീയമായി ശീതളൊന്ന് നോക്കി. മകളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, എന്നെ പറഞ്ഞയക്കല്ലേ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സച്ചിൻ്റെ കൂടെ ശീതളിന് പോകാൻ താല്പര്യമില്ല എന്ന് സിദ്ധുവിനും അറിയാം. അപ്പോൾ സിദ്ധു ആണെങ്കിൽ സുമിത്രയുടെയും സരസ്വതി അമ്മയുടെ ഒക്കെ മുന്നിൽ വെച്ച് ഇരുന്നങ്ങ് പറഞ്ഞു, മോൾക്ക് എന്താണോ ഇഷ്ടം മോൾ അതുപോലെ ചെയ്യട്ടെ, അവൾക്ക് ഇവിടെ നിൽക്കാനാണ് താല്പര്യമെങ്കിൽ അവൾ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന്. അപ്പോൾ അത് കേട്ട് ഇപ്പോൾ സരസ്വതി അമ്മ ചമ്മിപ്പോയി. സരസ്വതി അമ്മയുടെ ഓരോ പണിയും നടന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മുറ്റത്തൊരാൾ വരുന്നു. മുറ്റത്തൊരാൾ വന്നപ്പോഴേക്കും നമ്മുടെ സുമിത്ര ചെന്നു. വാതിൽ തുറന്ന് നോക്കുമ്പോൾ അത് വേറെ ആരുമായിരുന്നില്ല, സച്ചിനെ കണ്ടപ്പോഴത്തേക്കും സുമിത്ര ചോദിച്ചു, നീ എന്താ ഇവിടെ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചപ്പം എൻ്റെ ഭാര്യ ഇവിടെയാണുള്ളത്, അവളെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സുമിത്ര പതുക്കെ അകത്തേക്ക് നോക്കിയിട്ട് ഈ വാതിലിങ്ങനെ ഇതാക്കിക്കൊണ്ട് ഇങ്ങനെ പിടിച്ചു, വട്ടം കയറി കൈകൊണ്ട് പിടിച്ചു. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മുടെ സച്ചിന് മനസ്സിലായി സച്ചിനെ അകത്തേക്ക് അടുപ്പിക്കാതിരിക്കാൻ വേണ്ടി സുമിത്ര ചെയ്തതാണെന്ന്. അങ്ങനെ സുമിത്രയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു കൈ വെച്ചതോടുകൂടി സച്ചിൻ ഇങ്ങനെ നോക്കുക, സുമിത്രയെയും നോക്കും, അതുപോലെ അങ്ങോട്ട് നോക്കും. ഞാൻ അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ എന്നെ തടഞ്ഞതല്ലേ എന്ന് സച്ചിൻ ചോദിച്ചു. ഞാൻ ആരെയും തടഞ്ഞിട്ടൊന്നുമില്ല, പിന്നെ അവൾ നിന്നോടൊപ്പം വരുന്നില്ല എന്ന് സുമിത്ര പറഞ്ഞു. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണോ? എൻ്റെ ഭാര്യയാണ് തീരുമാനിക്കേണ്ടത്, അവളുടെ തീരുമാനം തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് സച്ചിൻ. അത് നിങ്ങളല്ല പറയേണ്ടത്, എനിക്ക് അവളുടെ നാവിൽ നിന്ന് കേൾക്കണം. അവൾ എൻ്റെ കൂടെ വരുമെന്നും പറഞ്ഞുകൊണ്ട് ഇടിച്ചു തള്ളി ഇവൻ അകത്തേക്ക് കയറി ചെല്ലുന്നു. അങ്ങനെ സച്ചിൻ ശീതളിനെ കൊണ്ടുപോകാനായിട്ട് ഇടിച്ചു തള്ളി അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ സിദ്ധു, സരസ്വതി അമ്മ, ശീതൾ ഇവരെല്ലാവരും ഉണ്ട്. എല്ലാവരെയും കണ്ടപ്പോഴേക്കും ഒന്ന് പകച്ചു സച്ചിൻ. എന്നിട്ട് സച്ചിനാണെങ്കിൽ മറ്റാരെയും മൈൻഡ് ചെയ്യുന്നില്ല, ശീതളിനോട് വരാനായിട്ട് പറഞ്ഞു. അപ്പോൾ ശീതൾ വരില്ല എന്ന് സച്ചിനോട് തീർത്തു പറഞ്ഞു. നീ വരില്ലല്ലേടി, നിനക്ക് അച്ഛനെയും അമ്മയൊക്കെ കിട്ടി, പുതിയ ബന്ധങ്ങൾ കിട്ടിയപ്പോൾ നിനക്കിപ്പോൾ എന്നെ വേണ്ട, ഇത്രയും കാലം നിൻ്റെ ഈ ബന്ധത്തിലുള്ളവരൊക്കെ എവിടെയായിരുന്നടിയെന്നും ചോദിച്ചുകൊണ്ട് സച്ചിൻ ഇങ്ങനെ ശീതളിനോട് വളരെ മോശമായിട്ട് സംസാരിക്കുന്നു. അപ്പം അത് കേട്ട് ഒരു പരിധി വരെ നമ്മുടെ സിദ്ധുവിന് ഇരിക്കാൻ കഴിയില്ല, പ്രതികരിച്ചേ മതിയാവൂ. കാരണം തൻ്റെ കുഞ്ഞാണ്, ആ കുഞ്ഞിനെ ദ്രോഹിക്കാൻ ഒരിക്കലും മരുമകനെ അനുവദിച്ചു കൊടുക്കുന്ന ഒരു അച്ഛനല്ല സിദ്ധു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.